ബിസിനസ് ഫെയിൽ ആകുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല. ഒരുപാട് ഹാർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നാലും നമുക്കൊരു സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയാത്തത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ലീഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സാധിക്കുന്നുണ്ടാവുക. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ ടൂൾസ് ആണ് സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു 5 സിസ്റ്റംസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്നുള്ളത്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതിന് പകരമായിട്ട് നമ്മുടെ ഒരു നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് സിമ്പിൾ ആയിരിക്കണം. ഓവറായിട്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ട് ആണ്. അപ്പൊ നമ്മൾ മസ്റ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നമ്മുടെ വാട്സപ്പ് ബിസിനസ് ആണ്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ബിസിനസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിലൂടെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കാറ്റലോഗ്സ് അതിൽ ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു നീഡാണ് വാട്സപ്പ് എന്നുള്ളത്. അപ്പോൾ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല്. നമുക്കറിയാം ഇന്ന് ഏതൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കമ്പനി എങ്ങനത്തെ രൂപത്തിലുള്ള കമ്പനിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു റിവ്യൂസ് ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്രസൻസ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് ഈ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മസ്റ്റ് നീഡർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻസ് ആഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് ലീഡ് കളക്ഷൻ. നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ബിസിനസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണ്ടത് വെച്ചാൽ ആളുകൾക്ക് നമ്മളിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റമാണ്. അവർ കളക്ട് ചെയ്യുക അവരുടെ ഇൻഫർമേഷൻ. വൺസ് നമ്മളിലേക്ക് കസ്റ്റമേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് CRM അതുപോലെ തന്നെ ERP സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് അത് നിങ്ങൾ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു എക്സൽ ഷീറ്റ് പോലെ യൂസ് ചെയ്യാം. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് നമുക്കൊരു ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമുക്ക് ഒരു മാനുവൽ ആയിട്ടൊക്കെ നമുക്കൊരു 50 കസ്റ്റമർ 60 കസ്റ്റമറിന്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം നമുക്ക് മാനുവൽ ആയിട്ട് മെസ്സേജസിന് റീപ്ലൈ ആക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരുപാട് ഒരേ ടൈമിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ 100 + 200 300 ആ ലെവലിലൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മാനുവൽ ആയിട്ട് കസ്റ്റമേഴ്സിന് റീപ്ലേസ് കാര്യങ്ങളൊക്കെ അയക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോളോ അപ്പ് സിസ്റ്റം നമ്മളൊരു ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തതായിട്ടുണ്ട്. വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഡിഫറെന്റ് ചാറ്റ് ബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് API യൂസ് ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു മെസ്സേജസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് മാനുവൽ ആയിട്ട് മെസ്സേജസ് അയക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിലും ഈ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് ആയിട്ട് സിസ്റ്റം എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്.